ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാക് OSൽ എങ്ങനെ സി പ്രോഗ്രാം ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് സെറ്റപ്പ് ചെയ്യാനാണ്. സോ അതിനു മുന്നേ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ് ഒരു IDE, അതുപോലെ തന്നെ നമുക്ക് ഇതിന് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ടൂൾസും. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ IDE എന്താന്ന് പറയാം. IDE എന്ന് പറയുന്നത് ഇൻറ്റിഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. അതായത് ഒരു പ്രോഗ്രാമർക്ക് ഡെവലപ്മെന്റ് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാനും കുറച്ചുകൂടെ ഫാസ്റ്റർ ആക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യണ ഒരു ആപ്ലിക്കേഷനാണ് IDE എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് നമുക്ക് ഈ ഒരു എക്ലിപ്സ് ഉപയോഗിച്ചിട്ട് ജാവ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുമ്പോൾ നമുക്ക് JDK, നമ്മളെ എക്ലിപ്സ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് റൺ ആക്കണമെങ്കിൽ നമുക്ക് ജാവ ഡെവലപ്മെന്റ് കിറ്റ് ആവശ്യമാണ്. അപ്പോൾ അതൊരു ഒന്നാമത്തെ ഡിപ്പെൻഡൻസിയാണ്, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ മാക് OSൽ പ്രത്യേകിച്ച് എക്സ്കോഡ് എന്ന് പറയുന്ന ഒരു CLI ടൂൾ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്കിത് മെയിനായിട്ടുള്ള നമ്മുടെ പ്രോഗ്രാംസ് കമ്പൈൽ ചെയ്യാനും ഡീബഗ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ടൂൾസ് പ്രൊവൈഡ് ചെയ്യണത് ഈ എക്സ്കോഡാണ് മാക് OSൽ. അതുപോലെ തന്നെ എക്സ്കോഡിന്റെ ഇൻസ്റ്റലേഷൻ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൊബൈൽ ഡാറ്റ യൂസ് ചെയ്താണ് നിങ്ങൾ ഈ ഒരു ടൂൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഒരു പാക്കേജ് സൈസ് 8 to 10 GB വരാം. സോ മൊബൈൽ ഡാറ്റയിൽ ചെയ്യുമ്പം നിങ്ങളുടെ ഡാറ്റ പാക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം അത് ചെയ്യുക. സോ നമുക്ക് ആ ഒരു ടൂളും കൂടി ഇതിനൊപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എൻവയോൺമെന്റ് സെറ്റപ്പിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഡിപ്പെൻഡൻസീസ് ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ക്രോം എടുക്കുക, അതിൽ കയറി JDK ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ജാവ ഡെവലപ്മെന്റ് കിറ്റ് നമ്മുടെ മാക് OSൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ JDK ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒന്നാമതായിട്ടൊരു ലിങ്ക് വരും ഒറാക്കിളിന്റെ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ജാവ SC ഡൗൺലോഡ് ഡെവലപ്മെന്റ് കിറ്റ് ഡൗൺലോഡ് എന്ന് കാണും. അപ്പോൾ അതിൽ ലിനക്സിനായിട്ടും മാക്കിനായിട്ടും വിൻഡോസിനായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ മാക്ക് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ വേരിയസ് ഡിസ്ട്രിബ്യൂഷൻസ് കാണാൻ പറ്റും. സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇന്റൽ ബേസ്ഡ് ആയിട്ടുള്ള ചിപ്സെറ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റാളേഴ്സ് ഇവിടെ ഉണ്ട്. അതിലിപ്പോൾ നിങ്ങളുടെ ചിപ്സെറ്റ് ഏതാണെന്നുള്ളതനുസരിച്ച് നിങ്ങളതിൽ ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ARM64 DMG ഇൻസ്റ്റാളറാണ് ഡൗൺലോഡ് ചെയ്യാൻ പോണത്. സോ ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആ ഒരു ഡൗൺലോഡ് ആയ ഒരു ഫയലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ JDK 24.0.2.pkg കാണാം. അപ്പോൾ അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്റ്റാളർ ഗൈഡ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. ഇൻസ്റ്റാൾ ഫോർ ഓൾ യൂസേഴ്സ് ഓഫ് ദിസ് കമ്പ്യൂട്ടർ, കണ്ടിന്യൂ കൊടുക്കുക. ശേഷം ആ ഒരു ലൊക്കേഷൻ ഡീഫോൾട്ട് തന്നെ കൊടുത്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ അയച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു JDK നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം അത് ക്ലോസ് ചെയ്യുക. മൂവ് ടു ബിൻ. ഓക്കെ, ഇപ്പോൾ ആ JDK നിങ്ങളുടെ സിസ്റ്റത്തിൽ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എക്ലിപ്സ് എന്ന് പറയുന്ന ഒരു IDE നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ക്രോമിൽ വന്ന് എക്ലിപ്സ് IDE ഫോർ CPP എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒന്നാമതായിട്ടൊരു ലിങ്ക് വരും, eclipse.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ തന്നെ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഒരു വാർണിംഗ് ആയിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്, ന്യൂവർ റിലീസ് ഈസ് അവൈലബിൾ ഹിയർ എന്ന്. അവിടെ ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്ലിപ്സിൻ്റെ പല ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻലി നോക്കുന്നത് എക്ലിപ്സ് IDE ഫോർ CPP ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും മാക് OSനൊക്കെ ഉണ്ടല്ലേ ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിപ്സെറ്റ് അനുസരിച്ചുള്ള ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്ലിപ്സിൻ്റെ ആ ഒരു IDE, അതിൻ്റെ ഒരു DMG ഫയൽ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആകുന്നതായിരിക്കും. സോ ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്ക് എക്സ്കോഡ് എന്ന് പറഞ്ഞൊരു ടൂളിനെ കുറിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അത് പുതിയൊരു, നിങ്ങൾ ആദ്യമായിട്ടൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സിസ്റ്റത്തിൽ നിങ്ങളതിന് മുന്നേ പ്രോഗ്രാംസ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ടൂൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവില്ല. അപ്പം അതിനായിട്ട് നമുക്ക് ആ ഒരു ടൂള് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ടെർമിനൽ ഒന്ന് എടുക്കുക. അവിടെ എക്സ്കോഡ് -select -install എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ടൂള് ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പോപ്പപ്പ് വരും, ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ ഒരു ലൈസൻസ് എഗ്രിമെൻറ്റ് എഗ്രി കൊടുക്കുക. ഇത് കുറച്ച് ടൈം എടുക്കും, ഏകദേശം ഒരു 10 മിനിറ്റോളം ടൈം എടുക്കും. അപ്പോൾ നിങ്ങളുടെ ഇതിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള പാക്കേജ് കാര്യങ്ങൾ ആ ഒരു എക്സ്കോഡ് ടൂൾ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ എക്സ്കോഡ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഡൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരിക്കൽ കൂടി ആ ഒരു കമാൻഡ് എടുത്തതിന് ശേഷം ഒന്നുകൂടി റൺ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ദ കമാൻഡ് ലൈൻ ടൂൾസ് ആർ ഓൾറെഡി ഇൻസ്റ്റാൾഡ് എന്ന് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എക്സ്കോഡ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ആണ്. ജസ്റ്റ് അത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം തിരിച്ച് ക്രോമിലേക്ക് വരിക. ഇപ്പോൾ നമ്മുടെ എക്ലിപ്സ് DMG ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നമ്മുടെ എക്ലിപ്സിൻ്റെ ആപ്ലിക്കേഷൻ കിടപ്പുണ്ട്. അതിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ആപ്ലിക്കേഷൻസിലേക്ക് ഇടുക. ഓക്കെ, ശേഷം ഇത് ക്ലോസ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ലോഞ്ച് പാഡിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് എക്ലിപ്സ് എന്ന് പറഞ്ഞ ആ ആപ്ലിക്കേഷൻ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ. ഇപ്പോൾ നമ്മുടെ എക്ലിപ്സിൻ്റെ ID ലോഞ്ചർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഡീഫോൾട്ട് വർക്ക് സ്പേസ് ഏതാണെന്നാണ്. അപ്പോൾ വർക്ക് സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസും ഫയൽസും കാര്യങ്ങളൊക്കെ സേവ് ആവുന്ന ഫോൾഡറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് സ്പേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡർ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ദിസ് ഡീഫോൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ടിക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എക്ലിപ്സിൻ്റെ ID ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഡിപ്പെൻഡൻസീസും എക്ലിപ്സിൻ്റെ IDയും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു C പ്രോഗ്രാം നമുക്കൊന്ന് റൺ ആക്കി നോക്കാം. നമ്മുടെ എൻവയോൺമെൻറ്റ് സെറ്റപ്പ് കംപ്ലീറ്റ് ആയോ എന്ന് അറിയാനായിട്ട് ഒരു സാമ്പിൾ C പ്രോഗ്രാം നമുക്കൊന്ന് റൺ ആക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ കറൻ്റ്ലി പ്രോജക്ട്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഫയൽസിൽ പോയി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും CPP പ്രോജക്റ്റ് എന്ന്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഫ്രണ്ടിൽ വരും. അതിൽ ഒന്നാമതായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് C മാനേജ്ഡ് ബിൽഡ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു പ്രോജക്റ്റിൻ്റെ നെയിം അടിക്കാനാണ്. ഇതിപ്പോൾ നമ്മളൊരു ടെസ്റ്റിനായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിന് ഞാൻ ടെസ്റ്റ് എന്ന് പേര് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൊജക്റ്റ് ടൈപ്പിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ടബിളിൻ്റെ അണ്ടറിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. MT പ്രോജക്റ്റ് അല്ലെങ്കിൽ ഹലോ വേൾഡ് ANSI C പ്രോജക്റ്റ് എന്ന് കാണാം. MT പ്രോജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കോഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ ഒന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഹലോ വേൾഡ് ANSI C പ്രോജക്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ടൂൾ ചെയിനിൽ കാണാൻ പറ്റും ക്രോസ് GCC അതുപോലെ തന്നെ Mac OS X GCC. അപ്പോൾ ഇതിൽ രണ്ടാമതായിട്ടുള്ള Mac OS X GCC ചൂസ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഒരു പേര് കൊടുക്കുക. ഓതറിൻ്റെ പേരാണ്. അതിനുശേഷം ഫിനിഷ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ഈ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ടെസ്റ്റ്, അതുപോലെ തന്നെ SRCക്കുള്ളിൽ നിങ്ങളുടെ ടെസ്റ്റ് C എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഇത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് എങ്ങനെ റൺ ആക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പ്രൊജക്റ്റുകളൊക്കെ ലിസ്റ്റ് ചെയ്യും ഈ ഒരു സൈഡ് ബാറിലായിട്ട്. അപ്പോൾ അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബിൽഡ് പ്രൊജക്റ്റ് എന്ന്. അപ്പം ബിൽഡ് പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബിൽഡ് ഫിനിഷ്ഡ് വിത്ത് 0 എറർ 0 വാണിംഗ്. അപ്പോൾ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുള്ളി എറേഴ്സ് ഒന്നും ഇല്ലാതെ ബിൽഡ് ആയിട്ടുണ്ടെന്നാണ്. ഇനി നിങ്ങൾക്ക് ഇത് പ്രോജക്റ്റ് റൺ ആക്കി ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണണം. അപ്പോൾ അതിനായിട്ട് ആ പ്രോജക്റ്റിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും റൺ ആസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ലോക്കൽ CPP ആപ്ലിക്കേഷൻ എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സക്സസ്ഫുള്ളി ടെർമിനലിൽ ഔട്ട്പുട്ട് ഇവിടെ കാണാൻ പറ്റും. ഹലോ വേൾഡ് എന്ന് പറയുന്നൊരു ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ പ്രൊജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിയുന്ന ടൈമിൽ ചില ഇഷ്യൂസ് ഉണ്ടാവാം. നിങ്ങൾക്ക് ചൂസ് ചെയ്യണ ഫയൽ തന്നെ ആവില്ല മേ ബി റൺ ആവുക. ഇവിടെ ഇപ്പോൾ ഒരു പ്രൊജക്റ്റേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സെനാരിയോയിൽ നമുക്കിത് ഡയറക്റ്റ്ലി ഇവിടെ ബിൽഡ് ചെയ്ത് ഇവിടെ നമുക്ക് റൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം എല്ലാ ടൈമിലും അത് വർക്കാവില്ല. ചില സിസ്റ്റങ്ങളിൽ നമുക്ക് അങ്ങനെ എറർ കാണാറുണ്ട്. സോ അത് ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു ബിൽഡ് ചെയ്ത് റൺ ആക്കുന്ന രീതി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് പ്രൊജക്റ്റാണോ നിങ്ങൾക്ക് റൺ ചെയ്യേണ്ടത് ആ ഒരു പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ബിൽഡ് ചെയ്യുക. അതിനുശേഷം ആ പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അത് റൺ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എററുകളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുള്ളി റൺ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കും. സോ ഇത്രയാണ് നമ്മുടെ Mac OSലെ C പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് സെറ്റപ്പ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.